SFI സംസ്ഥാന സെക്രട്ടറിയും DYFI സംസ്ഥാന നേതാവുമായിരുന്ന പി ബിജുവിന്റെ ഓർമ്മ മന്ദിരം പാതിവഴിയിൽ തറക്കല്ലിട്ട് 5 വർഷങ്ങൾക്ക് ശേഷവും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. DYFI നേതൃത്വത്തിന്റെ അലംഭാവത്തിൽ കടുത്ത അമർഷമാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. സമരപോരാട്ടങ്ങളുടെ മറുപേരായിരുന്നു പി ബിജു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഭാവി പ്രവചിക്കപ്പെട്ടിരുന്ന യുവ നേതാവ്. കോവിഡ് ബാധിച്ച് 2020 നവംബർ 4-നായിരുന്നു ബിജുവിന്റെ അകാല വിയോഗം. പ്രിയ നേതാവിന്റെ ഓർമ്മ നിലനിർത്താൻ റെഡ് കെയർ എന്ന പേരിൽ മന്ദിരം നിർമ്മിക്കാൻ DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്രയ കേന്ദ്രം എന്നതായിരുന്നു ലക്ഷ്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം DYFI 8 സെന്റ് ഭൂമി വാങ്ങി. ബിജുവിന്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും നടത്തി. ആക്രി പെറുക്കിയും പ്രഗത്ഭരുടെ ഓർമ്മകൾ ഉൾപ്പെടുത്തി പുസ്തകം തയ്യാറാക്കിയും DYFI ഫണ്ട് കണ്ടെത്തി. എന്നാൽ ബിജുവിന്റെ ഓർമ്മകൾ 6 വർഷത്തോടടുക്കുമ്പോഴും റെഡ് കെയർ പൂർത്തിയായിട്ടില്ല. 6 നിലകളിൽ നിർമ്മാണം ലക്ഷ്യമിട്ട കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പ്രിയ നേതാവിന്റെ ഓർമ്മകളോട് ഇപ്പോഴത്തെ നേതൃത്വം കാട്ടുന്ന അവഗണനയിൽ അമർഷം ശക്തമാണ്. DYFIയുടെ ഏരിയ സമ്മേളനങ്ങളിൽ കടുത്ത വിമർശനമാണ് ഇതേ ചൊല്ലി ഉയർന്നത്. പാർട്ടി ഭരണത്തിലിരുന്നിട്ടും DYFI ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും വേണ്ടി പുതിയ ഓഫീസ് മന്ദിരങ്ങൾ നിർമ്മിച്ചിട്ടും എന്തുകൊണ്ട് റെഡ് കെയറിന് ഈ അവസ്ഥ എന്നതാണ് ചോദ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.